ചേച്ചി ബിഗ് ബോസിൽ ആരാ കപ്പടിക്കുന്നത് തോന്നണേ? അറിയില്ലയോ ഇനിയും നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു ടോപ്പ് 5 പ്രൊഡിക്ഷനിലേക്ക് ഒരു പ്രൊഡിക്റ്റ് ചെയ്യാവോ? ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് എനിക്ക് പ്രഡിക്ഷൻ പറ്റില്ല. കാരണം കണ്ടല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് ഇഷ്ടമല്ലേ? എല്ലാ ബിഗ് ബോസും ഇഷ്ടമല്ല. ബിഗ് ബോസിൽ കയറുന്നത് എന്താ പറയുക, ഭയങ്കര ഗട്ട്സ് വേണം എൻ്റെ അഭിപ്രായത്തിൽ കയറണം. അപ്പോൾ എല്ലാ സീസണും ഇഷ്ടമാണ്. നല്ല ഒരാൾ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾ വിന്നർ ആവട്ടെ അല്ലേ, അങ്ങനെയാണ്. ബിക്കോസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കേരളത്തിലെ ഒരാളാണ് റെപ്രസെൻറ്റ് ചെയ്ത് വിന്നാവണേ. നമ്മൾ ആരെ വോട്ട് ചെയ്യണം എന്നുള്ളത് ജനങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾ വിന്നാവട്ടെ. അനീഷാവുമെന്ന് തോന്നുന്നുണ്ടോ? അറിയില്ല, ആരായാലും കൺഗ്രാറ്റുലേഷൻസ് ടു ദം. നല്ലൊരാളാവട്ടെ. കാണാറില്ലടോ ഷോർട്സ് ഞാൻ കാണാറുണ്ട്. ഞാൻ ഉണ്ടായിരുന്നില്ല. ഐ എം ഡൂയിങ് എ തെലുഗു ഫിലിം. അപ്പോൾ അതിൻ്റെ ഷൂട്ടായിരുന്നു കസക്കിസ്ഥാനിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. എനിക്ക് സൗണ്ട് കൂടി ഇല്ല. ഐ ഹാവ് കോൾഡ്. നല്ല തണുപ്പായിരുന്നു. ഉണ്ടാവും. വരില്ലേ നിങ്ങളൊക്കെ? നമുക്ക് ഇപ്രാവശ്യം കുളിക്കണ്ടേ? CCF എനിക്ക് ഇങ്ങനെ ജനുവരിയിലല്ലേ. നാളെ ഉണ്ടാവും. നിങ്ങൾ നാളെ ഇതായിരുന്നു കരുനാഗപ്പള്ളി. ഐ സീ യു ഇൻ ബെറ്റ്സ് ഇന്ത്യ ടുമോറോ. ബൈ. ഹാവ് എ ഗുഡ് ഡേ. എല്ലാ ഫീൽഡിലും PR ഇല്ല. ബിഗ് ബോസിൽ മാത്രമല്ല. PR വന്നിട്ട് കയറുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വോട്ടിൽ മാത്രം ബേസ്ഡ് ആയിപ്പോയി. അപ്പോൾ ചിലപ്പോൾ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾ വിന്നർ ആവാതിരിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം ഐസെങ്കിലും PR വെച്ച് കയറാം. എന്താ ചെയ്യാല്ലേ? എന്തായാലും അടിപൊളിയാട്ടെ. അവരെന്തായാലും 100 ദിവസം കഷ്ടപ്പെട്ട് നിൽക്കണതല്ലേ. ഏറ്റവും നല്ലൊരാൾ വിന്നാവും. വളരെയധികം കറക്റ്റ്. എന്നിട്ട് ഇത് ചോദിച്ചാൽ എൻ്റെ ഏർക്കേക്കാണ്. ഇവിടെ കുറേ പേരുടെ ലോണയറും ഒക്കെ അതൊക്കെ ആരൊക്കെയാണ് പറയണതൊക്കെ നമ്മൾ പോകുന്ന ആൾക്കാർ. അപ്പോൾ യെസ്, അപ്പോൾ എനിക്ക് വളരെ വിഷമമായിട്ട് തോന്നി. നമ്മൾ ഡിസേർവ് അല്ലാത്ത ആൾക്കാർ പിന്നെ സീറ്റ് അതെന്തായാലും നോക്കാം. സാരി താങ്ക് യു. എന്നിട്ട് ഇങ്ങനെ വരാതെ ഫുൾ എടുക്കും. സാരി തന്നെയാണെങ്കിൽ സാരി ഫുൾ എടുക്കട്ടെ. താങ്ക് യു. ഓക്കെ. ഹാവ് എ ഗുഡ് ഡേ.